ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോര് കനക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ സത്യസന്ധതയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരാജയപ്പെടുമെന്ന് ആം ആദ്മി പാർട്ടിയുടെ പോസ്റ്ററുകൾ. ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കി രാഹുൽ ഗാന്ധിയെ വിശ്വാസവഞ്ചകൻ എന്ന് വിളിച്ചും ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. ഈ പോസ്റ്റർ ഇറക്കിയതോടെ ഇന്ത്യ മുന്നണിയെ എന്നേക്കുമായി അരവിന്ദ് കെജ്രിവാൾ തള്ളിപ്പറഞ്ഞുവെന്നാണ് ഉയരുന്ന ചോദ്യം. സത്യസന്ധനായ കെജ്രിവാളിന് മുന്നിൽ തോൽക്കുന്നവരുടെ നീണ്ട നിരയാണ് ആം ആദ്മി പാർട്ടി അവതരിപ്പിക്കുന്നത്. വഞ്ചകരിൽ ഒന്നാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, രണ്ടാമത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മൂന്നാമത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, നാലാമത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇങ്ങനെ പോകുന്നു പേരുകൾ. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും യോഗി ആദിത്യനാഥിനുമൊപ്പം രാഹുൽ ഗാന്ധിയുടെ ചിത്രം കൂടി വന്നതോടെ മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത്. കോൺഗ്രസുമായി ഡൽഹിയിൽ സൗഹൃദ മത്സരമില്ല. രാഹുൽ ഗാന്ധിയെ അഴിമതിക്കാരായ നേതാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആം ആദ്മി നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വഞ്ചകരെന്ന് വിളിച്ച് ആദ്യത്തെ പോസ്റ്റർ ഇറക്കിയതും ബി.ജെ.പിയാണ്. ബേഡ്മാൻ എന്ന പേരിൽ തോക്കേന്തിയ കെജ്രിവാളും വടിപിടിച്ച സഞ്ജയ് സിംഗും മനീഷ് സിസോദിയയും ഗുണ്ടാ നേതാവായി അതിശയും വരുന്നതായിരുന്നു പോസ്റ്റർ. തലയിൽ മഫ്ലറിട്ട കെജ്രിവാളിന്റെ ചിത്രം ഉപയോഗിച്ച AAPയുടെ ഗുണ്ടകളെന്നും ബി.ജെ.പി പോസ്റ്റർ ഇറക്കിയിരുന്നു. ഈ ഗുണ്ടാ സംഘം വിളിക്കുള്ള മറുപടി കൊടുത്തപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ കൂടി പട്ടികയിൽ ചേർത്തത്. കെജ്രിവാളിനെ നീരാളിയായി ചിത്രീകരിച്ചും ബി.ജെ.പി പോസ്റ്റർ ഇറക്കിയിരുന്നു. സുനിത കെജ്രിവാൾ മത്സരിക്കുന്നില്ലെങ്കിലും ഡൽഹിയുടെ റാബ്രി ദേവി എന്ന് വിശേഷിപ്പിച്ചും നാഥനില്ല ബാനറുകൾ ഇറങ്ങിയിട്ടുണ്ട്. കെജ്രിവാൾ ജയിലിലായിരിക്കുമ്പോൾ സുനിതയെ മുഖ്യമന്ത്രിയാക്കുമെന്ന പ്രചാരണത്തിൽ നിന്ന് ആരംഭിച്ചതാണ് റാബ്രി ദേവി പ്രയോഗം. മുഖ്യമന്ത്രിയാവുകയോ മത്സരിക്കുകയോ ചെയ്തില്ലെങ്കിലും സുനിതയെയും ബി.ജെ.പി വെറുതെ വിടുന്നില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.